സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഹാവിങ് സെഡ് ദാറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും ഇംഗ്ലീഷ് ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു TV പ്രോഗ്രാം കാണുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ കാണുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ചർച്ച കാണുന്നു. അവിടെയൊക്കെ എന്താണ് നമ്മൾ ഈ ഹാവിങ് സെഡ് ദാറ്റ് എന്ന് ഉപയോഗിച്ച് കാണാറുണ്ട്. നിങ്ങളിൽ ആരോയൊക്കെ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. ഒരു 5-6 സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചായിരുന്നു ഈ സെയിം ചോദ്യം, അതിൻ്റെ അർത്ഥം എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിന്ന് അതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ, ചുമന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ അമർത്തുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ നിങ്ങൾ അമർത്തുക. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒന്നിച്ചുള്ളതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞതിന് വിപരീതമായിട്ട് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ പറയുകയാണ്, ഓസ്ട്രേലിയയിൽ പഠനം ചെയ്യാൻ ഒരുപാട് മുടക്കുണ്ട്, ഒരുപാട് പൈസ ചിലവുണ്ട്. എന്നിരുന്നാൽ പോലും അവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത്, അതായത് ഒരു കാര്യം പറഞ്ഞതിന് കുറച്ച് എതിരായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മോശമുണ്ട്, അതേസമയം ഒരു നല്ല വശമുണ്ട് എന്ന് പറയാൻ വേണ്ടി, അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എന്നിരുന്നാൽ പോലും എന്നൊരർത്ഥമുണ്ട് അതിന്. നമുക്ക് ശ്രദ്ധിക്കാം, ഇതല്ലാതെ ഈ ഹാവിങ് സെഡ് ദാറ്റിന് പകരമായിട്ട് ദാറ്റ് സെഡ് എന്ന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹാവിങ്ങും സെഡും ദാറ്റും സെപ്പറേറ്റ് ആയിട്ട് വെച്ചുള്ള അർത്ഥം നോക്കരുത്. അങ്ങനെയല്ല, ഇത് ഒന്നിച്ച് വരുമ്പോഴുള്ള അർത്ഥത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഈ ഹാവിങ് സെഡ് ദാറ്റ് എന്നുള്ളത് സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ പോപ്പുലറാണ്. ഇനി ബട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഹി വർക്ക്ഡ് വെരി ഹാർഡ്. ഹാവിങ് സെഡ് ദാറ്റ് ഐ സ്റ്റിൽ തിങ്ക് ദർ ഈസ് എ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അവൻ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തായിരുന്നു, ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു, അവൻ നന്നായിട്ട് ചെയ്തായിരുന്നു. ഹാവിങ് സെഡ് ദാറ്റ്, എന്നിരുന്നാൽ പോലും ഐ തിങ്ക് ദർ ഈസ് എ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ വേണമെങ്കിൽ ഐ തിങ്ക് ദാറ്റ് എന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇവിടെ നമ്മൾ ഈ ദർ ഈസ് എ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവിടെ റൂം ഉണ്ടെന്നാണ് അർത്ഥം? അല്ല. അതായത് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും ഇതിനെ എന്ത് ചെയ്യണം, അതായത് മെച്ചപ്പെടാനുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇനിയും മെച്ചപ്പെടാനുള്ള ചില എന്താണ് പറയുന്നത്, ചില സ്ഥലങ്ങളൊക്കെ ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന് നമ്മൾ പറയാറില്ല. ഇപ്പോൾ ഒരാൾ ഒരു ജോലി ചെയ്തു, അപ്പോൾ നമ്മൾ പറയണത് വളരെ നന്നായിട്ടുണ്ട്, എങ്കിലും ഇവിടെയൊക്കെ ഇച്ചിരി കൂടെ നമ്മൾ നന്നാക്കണം എന്നൊക്കെ പറയാറില്ലേ? അതല്ലെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു. അപ്പോൾ അവർ പറയണം, നിൻ്റെ ഇംഗ്ലീഷ് കൊള്ളാം, പക്ഷേ എന്നിരുന്നാൽ പോലും ദർ ഇസ് എ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി മറ്റൊരു ഉദാഹരണം, ദ മൂവി വാസ് വെരി ബോറിങ്. അതായത് സിനിമ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഹാവിങ് സെഡ് ദാറ്റ് ദ സോങ്സ് വെർ വെരി ഗുഡ്. എന്നിരുന്നാൽ പോലും അതിനകത്തെ പാട്ടുകൾ വളരെ നന്നായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ വെരി ബോറിങ്ങിന് പകരം എന്തുപയോഗിക്കാം? ടെറിബിൾ എന്ന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോഴെന്താണ് പറഞ്ഞത്, മൂവി വളരെ മോശമായിരുന്നു, എന്നിരുന്നാൽ പോലും അതിൻ്റെ അകത്തെ പാട്ടുകൾ വളരെ നന്നായിരുന്നു. അതായത് നമ്മളപ്പോൾ എതിരായിട്ടാണ് പറഞ്ഞത് അല്ലേ? അതായത് മൂവി മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താണ് പറയുന്നത്, എന്തെങ്കിലും ഒന്ന് നന്നായിരുന്നു എന്നും കൂടെ പറയുന്നു. അതുകൂടെ അവിടെയാണ് നമ്മൾ ഹാവിങ് സെഡ് ദാറ്റ് എന്ന് ഉപയോഗിച്ചത്. ഇനി ഈ ഹാവിങ് സെഡ് ദാറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ബട്ട് ഉപയോഗിക്കാം. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? ഹാവിങ് സെഡ് ദാറ്റിന് പകരം ബട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. എങ്കിലും ചിലരൊക്കെ സംസാരത്തിലൊക്കെ എന്താ ഉപയോഗിക്കാറുണ്ട്, ഈ ബട്ടും ഹാവിങ് സെഡ് ദാറ്റിന് കൂടെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, ഹി ഫോർഗെറ്റ്സ് എവ്രിതിങ് എന്ന് പറഞ്ഞാൽ അവൻ എല്ലാം മറന്നുപോകും. ഹാവിങ് സെഡ് ദാറ്റ് അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ, ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഹി ഓൾവേസ് വിഷസ് മീ ഇൻ മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ, എന്നിരുന്നാൽ പോലും അവിടെ ആ ബട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല. ഉപയോഗിച്ചത് കൊണ്ട്, ഈ ഹാവിങ് സെഡ് ദാറ്റിൻ്റെ കൂടെ ബട്ട് ഉപയോഗിച്ചത് കൊണ്ട് തെറ്റില്ല. ഈ ഓൾവേസ് വിഷസ് മീ ഇൻ മൈ ബർത്ത്ഡേ, അപ്പോഴെന്താണ്, എൻ്റെ ബർത്ത്ഡേയിൽ എപ്പോഴും അവൻ വിഷ് ചെയ്യാറുണ്ട്. വിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ബർത്ത്ഡേ എന്താണെന്നുള്ളത് ഓർക്കണം അല്ലേ? അപ്പോഴെന്താണ്, അവരെല്ലാം മറക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്താണ് പറയുന്നത്, അവൻ എന്നെ വിഷ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവനത് ഓർക്കുന്നുണ്ടെന്നാണല്ലോ.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോഴും മറ്റൊരു ഉദാഹരണം, ദിസ് ബാഗ് ഈസ് വെരി എക്സ്പെൻസീവ്. അതായത് ഒരു ബാഗ് കാണിച്ചിട്ട് വേണം, ദിസ് ബാഗ് ഈസ് വെരി എക്സ്പെൻസീവ്. ഹാവിങ് സെഡ് ദാറ്റ് ഐ മസ്റ്റ് അഡ്മിറ്റ് ദാറ്റ് ദ ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. എന്ന് പറഞ്ഞാൽ ഈ ബാഗ് വളരെ എക്സ്പെൻസീവാണ്, വില കൂടിയ ഒന്നാണ്. ഹാവിങ് സെഡ് ദാറ്റ്, എന്നിരുന്നാൽ പോലും ഐ മസ്റ്റ്, ഞാൻ തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്യണം, സമ്മതിക്കണം എന്നുള്ളതാണ്. മസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഐ മസ്റ്റ് അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സമ്മതിക്കേണ്ടതാണ്. എന്താണ്? ദ ക്വാളിറ്റി ഈസ് വെരി ഗുഡ്, ക്വാളിറ്റി വളരെ നല്ലതാണ് എന്നാണ്. ഇനിയിപ്പോൾ വെരി ഗുഡിന് പകരം സൂപ്പർബ് എന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഐ മസ്റ്റ് അഡ്മിറ്റ് ദാറ്റ് ദ ക്വാളിറ്റി ഈസ് സൂപ്പർബ് എന്നാണ് നമുക്ക് ഉപയോഗിക്കാം. ഇനി മറ്റൊരു ഉദാഹരണം, ഹീ ഗോട്ട് ഗുഡ് മാർക്സ് ഇൻ ദ 10th സ്റ്റാൻഡേർഡ്. അതായത് 10ാം ക്ലാസ്സിൽ അവന് നല്ല മാർക്ക് കിട്ടി. ഹാവിങ് സെഡ് ദാറ്റ് ഹീ ഷുഡ് കോൺസെൻട്രേറ്റ് മോർ ഓൺ ദ സ്പോക്കൺ ഇംഗ്ലീഷ്. എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യണം, അവന് കുറച്ചും കൂടി എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് കോൺസെൻട്രേറ്റ് മോർ ഓൺ ദ സ്പോക്കൺ ഇംഗ്ലീഷ്. അതായത് ആ സ്പോക്കൺ ഇംഗ്ലീഷിൽ അവൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്ക് നല്ല മാർക്കുകൾ കിട്ടുന്നു, പക്ഷെ നമുക്ക് എന്തോ സംസാരിക്കാൻ എന്തോ സാധിക്കുന്നില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ബേസിക്സ് മുതൽ പഠിക്കണം. അതായത് ഇപ്പോഴും ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ എൻ്റെ ഈ പാഠങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 1ാമത്തെ പാഠം മുതൽ കാണേണ്ടതാണ്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് പോയിരിക്കുകയാണെന്ന ഉദാഹരണം ഞാൻ പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ക്ലാസ്സിന് പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് പോയിരിക്കുന്നത് 10ാം ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ സൈൻ തീറ്റ, കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മളാകെ അല്ലേ ഭയപ്പെട്ടു പോവും, ഇതെന്താണെന്ന് ഓർത്ത്. അപ്പോഴെന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ആദ്യത്തെ ചാപ്റ്റർ മുതൽ പഠിക്കണം, അല്ലെങ്കിൽ ബേസിക്സ് തൊട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി സ്റ്റഡിങ് ഇൻ ഓസ്ട്രേലിയ ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നത് വളരെ എക്സ്പെൻസീവാണ്. ഹാവിങ് സെഡ് ദാറ്റ് ദെയർ ആർ ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓസ്ട്രേലിയ. എന്നാൽ പോലും ഓസ്ട്രേലിയയിൽ എന്തുണ്ട്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു, ഇനിയിപ്പോഴെന്താണ് പറയുന്നത്, അതായത് നമുക്കൊരു നെഗറ്റീവ് പോലെയാണ് അല്ലേ. എക്സ്പെൻസീവ് ആണെന്നുള്ളതൊരു നല്ലൊരു കാര്യമൊന്നും അല്ലല്ലോ, വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ എന്തൊരു സന്തോഷകരമായിട്ടൊരു കാര്യമുണ്ട്, എന്താണ്, ദെയർ ആർ a lot of job opportunities in Australia. ഈ സെക്ഷൻ ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലും വാട്സാപ്പിലും. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.